ഹലോ ഗായ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് മോനും മോളും ലൂണയോടൊപ്പമാണ് കളിക്കുന്നത്. മോനാണെങ്കിൽ ഒരു ചിരട്ട എടുത്ത് അവനെ പൊക്കി കാണിക്കുകയാണ്. കാരണം അവന് ചിരട്ട ഭയങ്കര ഇഷ്ടമാണ്. ചിരട്ട കിട്ടിയാൽ അവനത് കടിച്ചെടുത്തുകൊണ്ടൊരു ഒറ്റ ഓട്ടമാണ്. നമ്മളാരെങ്കിലും ഓടിയാലോ നമ്മുടെ പുറകിൽ ഒറ്റ ഓട്ടമാണ്. മോൻ്റെ പുറകിലേക്ക് അവൻ ഓടി ചെന്നതിന് ശേഷം അവൻ ആ ചിരട്ടയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ചിരട്ട എന്താ അവന് കൊടുക്കാത്തത്? മോനാണെങ്കിൽ അവനെ ഇട്ട് കളിപ്പിക്കുക. അവൻ മാക്സിമം ഒരു എക്സസൈസ് പോലാണ്. ലൂണ ഇന്നിങ്ങനെ നോക്കി അവൻ്റെ ചിരട്ട കിട്ടുന്നില്ലെന്ന് മനസ്സിലായപ്പം അവൻ തിരിച്ച് ഒറ്റ ഒരു ഓട്ടം. മോൻ അവസാനം ആ ചിരട്ട ലൂണയ്ക്ക് ഇട്ട് കൊടുത്തു. അവനാണെങ്കിലും ആ ചിരട്ട എടുത്തിട്ട് ഓടിയും കളഞ്ഞു. അടുത്ത മോൻ്റെയും മോടെയും കളിയുണ്ടോ, ഒരച്ചപ്പം നൂലി കെട്ടി അവനെ അത് മാക്സിമം ഇടിപ്പിക്കാൻ വേണ്ടി പൊക്കി ചാടിപ്പിക്കുക. അവനാണെങ്കിൽ ചാടി പിടിക്കാൻ നോക്കുന്ന അവസാനം അവനൊരെണ്ണം കിട്ടി. അവനത് എടുത്തുകൊണ്ട് ഒരു ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. രണ്ടുപേരും പിന്നെയും അച്ചപ്പം കൊണ്ട് അവൻ്റെ പുറകെ നടക്കുക. അവനത് കൊടുക്കുന്നില്ലെന്ന് മനസ്സിലായി. അവൻ മൈൻഡ് ചെയ്യാതെ അങ്ങ് തിരിച്ചു പോയി. രണ്ടുപേരും പുറകെ തന്നെ നടക്കുക അവൻ്റെ. പക്ഷെ അവൻ മനസ്സിലായി അവനെ കളിപ്പിക്കുകയെന്ന്. അവനെ മാക്സിമം ഇട്ട് ചാടിപ്പിക്കുക. ചാടി അവൻ കുഴഞ്ഞു. അവസാനം ഒരെണ്ണം ചാടി അവൻ പിടിച്ച് അച്ചപ്പം കൊണ്ട് അവൻ്റെ ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. ഞങ്ങൾ കുഴഞ്ഞു, ഞങ്ങളിനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. അങ്ങനെ ലൂണ അവിടെ കിടന്നുകൊണ്ട് കിട്ടിയ അച്ചപ്പം ചവച്ചുകൊണ്ടിരിക്കുക. മോനും മോളും ആണെങ്കിലോ അവനെയാണെങ്കിൽ തലയിൽ പതുക്കെ തലോടി. അവനാണെങ്കിലോ അച്ചപ്പം കടിച്ച് ചവച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും അവനെ തലോടി ഇരിക്കുക. ഇനി ഞങ്ങളവിടെ കളിക്കാൻ. അവനവിടെ കിടന്നാൽ പിന്നെ ഒരു മുഷിച്ചില്ല. അവൻ ഓടി കളിച്ചാലേ മോനും ഒരു സന്തോഷമുള്ളൂ. പിന്നെ അവൻ ഓടി തിരിച്ച് അച്ചപ്പവും കളിച്ചെടുത്തുകൊണ്ട് പിന്നെയും ഓടി. ഞങ്ങൾ പിന്നെ ഉഷാറായിട്ടുണ്ട്. ഞങ്ങളവിടെ ഇരുന്ന് അച്ചപ്പം പതുക്കെ കടിച്ചു നിന്നുകൊണ്ടിരിക്കുകയാണ്. മോനും മോളും ആണെങ്കിൽ അവനെ പിന്നെയും കളിക്കാൻ വിളിച്ചു. അവൻ അവിടുന്ന് ഒറ്റ ഓട്ടം വെച്ച് കൊടുത്തു. അവിടെ കിടന്നൊരു ചിരട്ടയാണെങ്കിൽ എടുത്തുകൊണ്ട് ഓടി വരിക. ചിരട്ട അവൻ്റെ ഒരു വീക്ക്നെസ്സാണ്. എവിടെ ചിരട്ട ഉണ്ടായാലും എടുത്തുകൊണ്ട് ഓടി കടിച്ചെടുത്തുകൊണ്ട് വരും. കടിച്ചെടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ടുപോക്കും. പിന്നെ ഞങ്ങൾ അടുത്ത ഭക്ഷണം കഴിക്കാനായിട്ട് എടുത്തു. മോനും മോളും വന്നൊരു ചിക്കൻ്റെ പീസും ചിക്കൻ കാലും ഇട്ട് കൊടുത്തു. അവനത് കറുമുറ കടിച്ച് തിന്നുകയാണ്. ഞങ്ങൾക്ക് ഈ കാലൊക്കെ കടിച്ച് തിന്നുന്നതൊക്കെ ഇത് ട്രെൻഡിങ് ആണ് കേട്ടോ. കടിച്ച് മുറിച്ച് ഞങ്ങൾക്കതൊന്നും പ്രശ്നമല്ല. അവനാണെങ്കിൽ അത് കടിച്ചതിന് ശേഷം പിന്നെ ചാടിത്തുടങ്ങി. ഞങ്ങൾക്ക് പിന്നെ അടുത്ത കളി ആരംഭിച്ചിട്ടുണ്ട്. അടുത്ത കളി എന്ന് പറയുന്നത് കാല് പൊക്കി ചവിട്ടി. അവന് ഭയങ്കര സ്നേഹമുള്ളപ്പോഴാണ് അങ്ങനെ ചെയ്യുന്നത്. അവനത് കാല് പൊക്കി മൊത്തത്തിൽ ഭയങ്കര സ്നേഹത്തിൽ പ്രകടിപ്പിക്കും. കാല് രണ്ടും പൊക്കി ഇന്ന് ഭയങ്കര എക്സസൈസിലാണ് ഞങ്ങൾ ലൂണ. അവനാണെങ്കിൽ നല്ല സ്നേഹമുള്ളപ്പോഴാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. മോൻ്റെയും മോടെയും കൂടല്ല, അവരുടെ അച്ഛൻ വരുമ്പോഴാണ് ലൂണയ്ക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം. അവൻ രണ്ട് കാലും പൊക്കി ചവിട്ടി ആ സ്നേഹം പ്രകടിപ്പിക്കുന്നത് കാണണം. അപ്പം നമ്മുടെ ദേഹത്തൊന്നും മാറത്തില്ല, അത്രയ്ക്ക് സ്നേഹം അവന്. അവനെ നോക്കി വാലാട്ടിക്കൊണ്ടിരിക്കുക. അവൻ രണ്ട് കാലും പൊക്കി ദേഹത്ത് ചവിട്ടി കയറി എന്തൊക്കെയാണ് കാണിക്കുന്നത്. അവൻ അത്രയ്ക്ക് എന്തു കാണിക്കുന്നത് നമുക്കത് പറയാൻ പറ്റത്തില്ല. അവൻ്റെ ആ സ്നേഹപ്രകടനം അത്രയ്ക്ക് സന്തോഷമാണ് അവന്. അവൻ രണ്ട് കാലും പൊക്കിയിട്ട് മേളിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഇനി എനിക്ക് എന്തോ തരുന്നത്, എനിക്ക് ഇനി ഇടാനൊന്നും ഇല്ലയോ. അവൻ ഓരോന്ന് ഇട്ട് കൊടുക്കും, കുറയ്ക്കും. എന്നിട്ട് അങ്ങോട്ട് തിരിയും, പിന്നെയും ഓടി വരുക. ഇനി എനിക്ക് ഇടത്ത് ഇട്ട് തരാൻ എന്തുവാന്ന് പിന്നെയും മേളിലോട്ട് നോക്കിയിരിക്കും. എന്നിട്ട് മേളിലോട്ട് നോക്കി മുഖത്ത് നോക്കി തലയൊന്ന് കുലുക്കി കാണിക്കും. തലയും വാലും ഒക്കെ ഒന്ന് കുലുക്കി. അവൻ ഇട്ട് കൊടുക്കാനാണ്. അവന് കഴിക്കാൻ ഇട്ട് കൊടുക്കാൻ ഇങ്ങനെ തലയാട്ടുക. അവൻ ഇട്ട് കൊടുക്കും, പിന്നെയും കറിയും. പിന്നെയും മേളിലോട്ട് തലയെ നോക്കും, തല രണ്ടും ഒന്ന് ആട്ടും, പിന്നെയും അവന് തിരിഞ്ഞു നോക്കും. അങ്ങനെ മാറിയും തിരിഞ്ഞും നിൽക്കും. ഇന്ന് ലൂണയ്ക്ക് നല്ലൊരു എക്സസൈസ് തന്നെയായിരുന്നു കേട്ടോ. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബായ്.